Aiken Learning presents Media One Little Scholar, co-powered by Al Muqtadir Gold and Diamond Jewelry. മലയാളി വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര വിജ്ഞാനോത്സവമായ മീഡിയ വൺ ലിറ്റിൽ സ്കോളർ രണ്ടാം ഘട്ട മത്സര പരീക്ഷ പൂർത്തിയായി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ചെന്നൈയിലും 15 കേന്ദ്രങ്ങളിലും നേരിട്ടും ഗൾഫ് രാജ്യങ്ങളിലും ഉൾപ്പെടെ 11 കേന്ദ്രങ്ങളിൽ ഓൺലൈനായും 3000-ഓളം വിദ്യാർത്ഥികളാണ് മത്സര പരീക്ഷയിൽ പങ്കെടുത്തത്. മലർവാടി ടീൻ ഇന്ത്യ എന്നീ കൂട്ടായ്മകളുമായി സഹകരിച്ച് മീഡിയ വൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ ലിറ്റിൽ സ്കോളർ പരീക്ഷയുടെ രണ്ടാം ഘട്ടത്തെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വരവേറ്റത്. ഒന്നാം ഘട്ടത്തിൽ പങ്കെടുത്ത 1,00,000 വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്ത 3000-ഓളം വിദ്യാർത്ഥികളാണ് രണ്ടാം ഘട്ട മത്സരത്തിനെത്തിയത്. വിവിധ കേന്ദ്രങ്ങളിലെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കാലം മാറി, ഇപ്പൊ സാങ്കേതിക വിദ്യയുടെ സ്കില്ലിലാണ് കഴിവ്. ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ഒന്നുമല്ല. അപ്പൊ അന്വേഷിക്കാനുള്ള മനസ്സ് നിങ്ങൾ വളർത്തിയെടുക്കണം. എനിക്കതാണ് കുട്ടികളോട് പറയാനുള്ളത്. കോഴിക്കോട് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ എം വിൻസെന്റ് MLA, ചലച്ചിത്രതാരം പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തീർച്ചയായും മീഡിയ വൺ നടത്തുന്നത് ഇത് ഈ ഒരു വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള, ഇന്നിപ്പോ ഈ അറിവുകൾ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട നിധിയാണ്. നമ്മളെ ഡേറ്റാസ്, ഇൻഫർമേഷൻസ്, ഇതൊക്കെയാണ് ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും വലിയ വിലപ്പെട്ട നിധിശേഖരങ്ങളായി തന്നെ കരുതുന്നത്. MP-മാരായ ഹൈബി ഈഡൻ, AM ആരിഫ്, MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KU ജനീഷ് കുമാർ, KP മോഹനൻ, IC ബാലകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, മീഡിയ വൺ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ യാസിൻ അഷ്റഫ്, CEO റോഷൻ കക്കാട് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു. മൂന്നാം ഘട്ട മത്സരം ഓൺലൈനായാണ് നടക്കുക. സീനിയർ വിഭാഗത്തിലെ വിജയികൾ ഗ്രാൻഡ് ഫിനാലെയിലേക്ക് തെരഞ്ഞെടുക്കും. ഗ്രാൻഡ് ഫിനാലെ മീഡിയ വൺ സംപ്രേഷണം ചെയ്യും. 40 ലക്ഷം വരെയുള്ള സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. ഏഗൻ ലേണേഴ്സാണ് ടൈറ്റിൽ സ്പോൺസർ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്.